ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു മുമ്പ് ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറെ മാതിരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്കായ അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് മൂക്കാത്ത വെണ്ടക്കായ വേണം എടുക്കാൻ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതായി എരിഞ്ഞ് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, പിന്നെ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വെണ്ടക്കായ ഒന്ന് നുറുക്കിയെടുക്കാം. വെണ്ടക്കായ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെച്ചതാണിത്. അതേമാതിരി നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ അത് കണ്ടില്ലേ, ഇതേമാതിരി നോക്കണം. ഇളയ വെണ്ടയ്ക്ക വേണം എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അതായത് വെണ്ടയ്ക്കയുടെ ഈ കടഭാഗം ഇങ്ങനെ കളയും. എന്നിട്ട് ഇതേമാതിരി നീളത്തിൽ വയ്ക്കും. എന്നിട്ട് ഇതേമാതിരി ഞാൻ വെണ്ടയ്ക്കെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ. അത് ഞാൻ പറയാൻ മറന്നുപോയി. വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയുടെ പഴുപ്പ് ഈ കത്തിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ വിനീഗർ പറ്റി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഈ പഴുപ്പ് ഇതിൽ പിടിക്കില്ല. അപ്പോൾ വെണ്ടയ്ക്ക അതേമാതിരി നമ്മൾ നീളത്തിൽ നുറുക്കിയെടുത്തു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിരുമ്പി വയ്ക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കുക. ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴലാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. തീ സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ സവാള നല്ലപോലെ വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക നമ്മൾ ഉപ്പും മുളകും ഗരം മസാലപ്പൊടി എല്ലാം കൂട്ടി തിരുമ്പി വെച്ചാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ കോരുമ്പോൾ കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം. തീ സിമ്മിലാക്കിയിട്ട് വേണം വയ്ക്കാൻ. അടച്ചു വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല നമ്മൾ ആദ്യം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് തുറന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.